ചെറുതും വലുതുമായ 6 ആൽബങ്ങൾ. ആ ആൽബങ്ങളിലെല്ലാം ഉള്ളത് സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ്. ആ താരങ്ങൾക്കൊപ്പം ഒരു കൊല്ലംകാരനുണ്ട്, അയത്തിൽ സ്വദേശി റിയാസ്. സിനിമാ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച കാലം. താരങ്ങളെ കാണുമ്പോൾ കൗതുകമായിരുന്നു. അവർക്കൊപ്പമുള്ള ഓർമ്മകൾ സൂക്ഷിക്കാൻ ഫോട്ടോകൾ എടുത്തു തുടങ്ങി. ആദ്യത്തെ കൗതുകം പിന്നീട് ശീലമായി മാറി. പടം എടുത്തു തുടങ്ങിയത് ജസ്റ്റ് സിനിമയുടെ ഒരു സിനിമാ ഭ്രാന്ത് തന്നെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അന്നോട്ടുള്ള ആഗ്രഹങ്ങളാണ് എല്ലാ നടന്മാരെയും ഡയറക്റ്റ് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നീട് ഓരോ സാഹചര്യങ്ങൾ കണ്ടെത്തി ഇവരെല്ലാം പോയി ഓരോ സെൽഫി എടുത്തു തുടങ്ങിയതാണ്. എത്ര വർഷം മുമ്പ് തുടങ്ങിയത്? ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ സെൽഫിയുടെ ഫോട്ടോ എടുത്തു തുടങ്ങിയതാണ്. അതിപ്പം ഇപ്പം വരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് വിക്രമിൻ്റെ ഫോട്ടോയാണ് എടുത്തത്. എടുക്കുന്ന ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 ആൽബങ്ങൾ നിറയെ ചിത്രങ്ങൾ. താരങ്ങൾക്ക് മാത്രമേ ആൽബത്തിൽ സ്ഥാനമുള്ളൂ. അവർക്കൊപ്പം എല്ലാം റിയാസ് ഉണ്ടാകും. നടനവിസ്മയങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം എല്ലാം ചിത്രങ്ങൾ എടുത്തു. അഭ്രപാളികളിലെ താരങ്ങളെ നേരിട്ട് കണ്ടു. അടുത്ത സമയത്ത് തന്നെ മമ്മൂക്കയും ലാലേട്ടനെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. ശരിക്കും ഇവരൊക്കെയായിട്ട് 4-5 പ്രാവശ്യം ഇവരായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ശരിക്കും ഒരുവിധമുള്ള എല്ലാ ആക്ടേഴ്സുമായിട്ട് സെൽഫി എടുത്തിട്ടുണ്ട്. സെൽഫിയും അല്ലാതെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. തമിഴിലെ ആക്ടേഴ്സുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സൂര്യ ഉൾപ്പെടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. സിനിമാ സംഘടനകളുടെ മീറ്റിങ്ങുകൾ, താരഷോകൾ, അവിടെ എല്ലാം റിയാസ് ഉണ്ടാകും. താരങ്ങളുടെ അടുത്തേക്ക് എത്താൻ പ്രത്യേക ട്രിക്കുണ്ട്. ഇത് ഒരു പരിപാടിക്കും അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇവന്റ് അതുപോലെ പരിപാടിക്കെല്ലാം പോയി അറ്റൻഡ് ചെയ്ത് കയറുന്ന കാര്യങ്ങളൊക്കെ സീക്രട്ട് കാര്യങ്ങളാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സമയത്ത് കയറാൻ പറ്റാത്തുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അത് പറയാത്തത്. കൊല്ലത്ത് സ്വകാര്യ വാഹന വിൽപ്പന സ്ഥാപനത്തിലാണ് ജോലി. ഒരു നടനാകണം എന്നതാണ് റിയാസിന്റെ മോഹം. ഇല്ല, ആഗ്രഹങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് സിനിമയിൽ കയറി പറ്റണമെന്നൊരു ആഗ്രഹം മനസ്സ് നേരത്തെ ഉള്ളതാണ്. അത് ഇതുവരെ ആയിട്ടില്ല. മിക്കവാറും ആവുമായിരിക്കും. വിശ്വാസമുണ്ട് ആ കാര്യത്തിലൊക്കെ. 670 താരങ്ങൾക്കൊപ്പം ചിത്രമെടുത്ത് വേണമെങ്കിൽ ഒരു റെക്കോർഡ് ഹോൾഡർ എന്നൊക്കെ പറയാൻ പറ്റും. റെക്കോർഡിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു താരമാണ്. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാർവാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഓരോ മനുഷ്യർക്കും ഓരോ ഹോബി. ഇദ്ദേഹത്തിന്റെ ഹോബി ഇങ്ങനെ താരങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഇപ്പോൾ 670 താരങ്ങൾക്കൊപ്പമാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. 1000-ലേക്ക് എത്താൻ കുറച്ചുകൂടി മതി. റിയാസ് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രീതി. നടന്മാരെ കാണുക, അവർക്കൊപ്പം ഫോട്ടോ എടുക്കുക എന്നുള്ളത്. വർഷങ്ങളായി, 2 പതിറ്റാണ്ടുകളായി ഈ ഒരു രീതി പിന്തുടർന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. സാധാരണ നമ്മൾ കാണാറുണ്ട്, ചിലർക്ക് നാണയ ശേഖരണം ഉണ്ടാകും, അല്ലെങ്കിൽ സ്റ്റാമ്പ് ശേഖരണം ഉണ്ടാകും. അതൊക്കെ അവരുടെ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ ഇവിടെ പോയി സെൽഫി എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കേട്ടുകേഴി പോലും ഇല്ലാത്തതാണ്. ഈ സാധാരണ താരങ്ങൾക്ക് അടുത്തേക്ക് എത്താൻ പോലും വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അവർക്കൊക്കെ തന്നെ സുരക്ഷാ ഗാർഡുകളൊക്കെ തന്നെ ഉണ്ടാകും. അവരുടെ അടുത്തേക്ക് എത്താൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല, സാധാരണക്കാർക്ക് സാധിക്കാറില്ല. പക്ഷേ അവിടെയൊക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട് ഈ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 740 ചിത്രങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ 6 ആൽബമാണ് ഈ റിയാസിൻ്റെ കൈവശമുള്ളത്. ആദ്യത്തെ ഒരു കുഞ്ഞ് ആൽബമാണ്. അത് സാധാരണ പണ്ട് കാലത്ത് ഈ ഫോട്ടോ എടുത്ത് അതിനകത്തേക്ക് ആ ഒരു കവറിനകത്തേക്ക് കയറ്റി വെക്കുന്ന രീതിയിലുള്ള ഒരു ആൽബമാണ്. അവസാനത്തെ ആൽബം ആകുമ്പോഴത്തേക്ക് നമ്മുടെ നൂതന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ആൽബമാക്കി ലേസർ പ്രിൻ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആൽബമാണ്. അങ്ങനെ 6 ആൽബങ്ങളിലാണ് 740ഓളം നടന്മാരും നടിമാർക്കൊപ്പമുള്ള ചിത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ ഒരു കൗതുകം ഉണ്ടാകാൻ കാര്യമെന്ന് ഞാൻ ചോദിച്ചപ്പം പലർക്കും പലതരത്തിലുള്ള ഒരു ഇഷ്ടങ്ങളുണ്ടാകും. തൻ്റെ ഒരു വലിയ ആഗ്രഹം സിനിമാ നടനാവുക എന്നുള്ളതാണ്. പക്ഷേ സിനിമാ നടൻ ആകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു സ്വകാര്യ വാഹന വിൽപ്പന കമ്പനിയിൽ കൊല്ലത്ത് ജോലി ചെയ്യുകയാണ്. വർഷങ്ങളായി ആ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അത് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവരോടൊപ്പം, ഈ നടന്മാരോടൊപ്പം കാണുമ്പോൾ ആ ഒരു ഓർമ്മകൾ ഓർത്തു വെക്കാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങളെടുത്ത് സൂക്ഷിച്ചതെന്നാണ്. 740 നടന്മാർ ഇപ്പോഴും ഒരു ആൽബം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുകൂടെ ആകുമ്പോഴേക്കും 7 ആൽബങ്ങളാകും. ഈ ചിത്രത്തിലുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത നടന്മാരുടെ എണ്ണം കൂടുകയും ചെയ്യും. 1-2 വർഷത്തിനുള്ളിൽ അത് 1000-ലേക്ക് എത്തിക്കും എന്നുള്ളതാണ് റിയാസ് പറയുന്നത്. 2 വർഷം മുമ്പ് ഏതാണ്ട് 500 നടന്മാർക്കൊപ്പമുള്ള ചിത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ 740-ലേക്ക് എത്തിച്ചു. പിന്നീട് ഇനിയും അത് വളരെ വേഗത്തിൽ തന്നെ 1000-ലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റുക എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് തൻ്റെ ഒരു ട്രേഡ് സീക്രട്ടാണ്. ഒരു കാരണവശാലും അത് പുറത്ത് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് പറഞ്ഞാൽ പണി പാളുമോ എന്നൊരു പേര് കൂടി റിയാസിനുണ്ട്. അപ്പോൾ എന്തായാലും ഹോബിയുമായിട്ട് റിയാസ് മുന്നോട്ട് പോവുകയാണ്. അപ്പം സിനിമാ മോഹവും കൂടെയുണ്ട്. എല്ലാം നടക്കട്ടെ.